കൊല്ലം വിജിലൻസ് കോടതി വസ്തുതകളെല്ലാം പരിശോധിച്ച ശേഷം 93 പേജുള്ള ഒരു വിധിന്യായം പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൽ വ്യക്തമായി പറയുന്നു, ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഇതിലൊരു പങ്കുമില്ല എന്നുള്ള കാര്യം. ഞാൻ അതിന്റെ പ്രസക്തമായ ഭാഗം ഒന്ന് വായിക്കാം. വെരി ഇമ്പോർട്ടന്റ്ലി, ദർ ഈസ് നത്തിങ് ഓൺ റെക്കോർഡ് for the matter of not even iota of evidence from the side of the SIT to establish any positive involvement of the part of the petitioner in the alleged irregularities. തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്ത്രിയുടെ പേരിൽ ഒരു അയോട്ട ഓഫ് എവിഡൻസ് പോലും SITക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട കൊല്ലം വിജിലൻസ് കോടതി പറയുന്നു. ഈ 93 പേജുള്ള വിധിന്യായം ഞാൻ ഇന്നലെ മുഴുവൻ വായിക്കുകയുണ്ടായി. ശബരിമല തന്ത്രി അയ്യപ്പന്റെ പിതാവിന്റെ സ്ഥാനമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു തെളിവുമില്ലാതെ SIT അറസ്റ്റ് ചെയ്യുകയും 41 ദിവസം ജയിലിൽ പാർപ്പിക്കുകയും ചെയ്തു. കോടതിയുടെ ഈ വിധിന്യായത്തിൽ വളരെ വ്യക്തമായി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ യാതൊരു വിധത്തിലുമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ തെളിവുകൾ കൊണ്ടുവരാനോ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. അതിന്റെ അർത്ഥം ശബരിമല തന്ത്രിയെ മനഃപൂർവ്വം കൊടുക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ.